കോട്ടയത്തെ ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ പരിചയപ്പെട്ടു. അത് LDF സ്ഥാനാർത്ഥിയെ തോമസ് ചാഴികാടനാണ്. തോമസ് ചാഴികാടനെ എതിരിടാൻ വരുന്ന സ്ഥാനാർത്ഥി. വെരി ഗുഡ് മോർണിംഗ്. കുതിരയെ കണ്ടിട്ട് ഒരു നൊസ്റ്റാൾജിയില്ലേ? യെസ്, കുതിര ഞങ്ങളുടെ ആദ്യത്തെ ചിഹ്നമാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ 64 ആരംഭിച്ചപ്പോൾ പാർട്ടി സ്വീകരിച്ച ചിഹ്നമാണ് കുതിര ചിഹ്നം. അതെ, പിന്നീട് ഏറെക്കാലം രണ്ടു ഭാഗങ്ങൾക്കുമായിട്ട് കുതിര മാറി അല്ലേ? ഒരു തെരഞ്ഞെടുപ്പിൽ കുതിരയും ആനയും ഒട്ടകവും ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് ഒട്ടകത്തിന്, കുതിരയാണെന്ന് കരുതി ഒട്ടകത്തിന് പോയി വോട്ട് ചെയ്ത ആൾക്കാരുണ്ട് കോട്ടയത്ത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് ജോർജ് മാത്യുവും ജോസഫ് മുണ്ടയ്ക്കലും കൂടെ മത്സരിക്കുമ്പോൾ അന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കോട്ടയത്ത് തെരഞ്ഞെടുപ്പിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു. പ്രചരണ പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ ആദ്യം സ്ഥാനാർത്ഥി ചിത്രം ഏകദേശം തെളിഞ്ഞ മണ്ഡലമാണ് കോട്ടയം. എന്താണ് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന പൈസ? വളരെ അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ, ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചു വരണം. ദേശീയ തലത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തിന് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നല്ലൊരു സംഭാവന നൽകാൻ കഴിയുന്ന സംസ്ഥാനമാണ് കേരളം. നമുക്കറിയാമല്ലോ രാഷ്ട്രീയ സാഹചര്യങ്ങൾ. അപ്പോൾ ഇവിടെ UDF 20ൽ 20 സീറ്റിലും മത്സരിച്ച് വിജയിച്ചു വരണം. അത് ഡൽഹിയിൽ ഭരണമാറ്റത്തിന് സഹായകരമാകും എന്നുള്ള വലിയൊരു ചിന്താഗതി ജനങ്ങളുടെ ഇടയിലുണ്ട്. മറ്റൊന്ന്, സ്വാഭാവികമായിട്ടും സംസ്ഥാന രാഷ്ട്രീയവും ജനങ്ങൾ കണക്കിലെടുക്കും. അങ്ങനെ എടുക്കുമ്പോഴും ഇന്നത്തെ ഈ അഴിമതി നിറഞ്ഞ ഭരണം, ആ ഭരണത്തിനിപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെട്ടാൽ മാറ്റം ഉണ്ടാകും എന്നുള്ള നിലയിലല്ല, പക്ഷെ വളരെ ശക്തമായിട്ടുള്ളൊരു താക്കീതായിരിക്കും ജനങ്ങൾ കൊടുക്കുന്നത്. ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിൽ, നിങ്ങളുടെ സമീപനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിൽ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും. കോട്ടയത്ത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, UDF എന്തുകൊണ്ട് 20 സീറ്റും നേടണം, അത് ദേശീയ രാഷ്ട്രീയം. രണ്ട്, സംസ്ഥാന സർക്കാരിന്റെ അഴിമതി, അത് പ്രധാനമായിട്ടും എടുത്തു കാണിക്കും. അഴിമതി, കെടുകാര്യസ്ഥത, ഇവിടെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പൊ കോട്ടയം എടുത്താല്, കോട്ടയം ഒരു കാർഷിക മേഖല കൂടിയാണ്, അപ്പർ കുട്ടനാട് മേഖലയാണ്. നെൽകർഷകരെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ. കുതിര പേടിയില്ലല്ലോ? ഇല്ലല്ലോ, ഒരു പേടി. നെൽകർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ റബ്ബർ കർഷകരുടെ പ്രശ്നം. കോട്ടയം എന്ന് പറയുമ്പോൾ റബ്ബറിന്റെ ഒരു കേന്ദ്രമാണ്. കോട്ടയം വിശേഷിപ്പിക്കപ്പെടുന്നത് ലാൻഡ് ഓഫ് ലാറ്റക്സ്, ലേക്സ് ആൻഡ് ലെറ്റേഴ്സ് എന്നാണ്. ഇവിടെ ഇതൊരു അക്ഷരനഗരി, ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെയൊക്കെ ഒരു കേന്ദ്രം. റബ്ബറിന്റെ താങ്ങുവില 170, 180, അതിൽ നിൽക്കുന്നു 250 എന്നുള്ള ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു. ആ പ്രോമിസ് 250 എന്നുള്ളതായിരുന്നു പ്രോമിസ്. LDF പറഞ്ഞിരുന്നത് ഞങ്ങൾ വിജയിച്ച അധികാരത്തിൽ വന്നാൽ നിലവിലുണ്ടായിരുന്ന 150 രൂപയിൽ നിന്ന് ഞങ്ങൾ 250 രൂപയാക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇപ്പോൾ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ വെറും 10 രൂപ 170 ആക്കിയിരുന്നത് വെറും 180 ആക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് ഇപ്പോൾ വിപണിയിലാണ്ട് 100-165 രൂപ വിലയുണ്ട്. അങ്ങനെ ഉള്ളപ്പോഴാണ് ഇവർ 170 രൂപയാക്കി പ്രഖ്യാപിച്ചപ്പോഴും അന്ന് വിപണിയിൽ ഏതാണ്ട് 170 ആക്കിയപ്പോൾ 168 രൂപയുണ്ട്. 2 രൂപയുടെ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു കബളിപ്പിക്കലാണ്. ഇതിനകത്ത് യാതൊരു ആത്മാർത്ഥതയുമില്ല. ഇതൊക്കെ കർഷകർക്ക് മനസ്സിലാവില്ല, ജനങ്ങൾക്ക് മനസ്സിലാവില്ല. വോട്ടാവാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് റബ്ബർ. തീർച്ചയായിട്ടും വളരെ വളരെ നിർണായകമാണ് റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ വിലയിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ, വിലയിടിവ്. അപ്പൊ അതിനൊരു പരിഹാരം കാണുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കാർഷിക മേഖലയിലും കർഷകരിലും വലിയ ഒരു ആവേശമുണ്ടാക്കിയ ഒരു കാര്യമാണ് ഏറ്റവും ചുരുങ്ങിയത് 250 രൂപ 1 കിലോ റബ്ബറിന് കിട്ടുമെന്നുള്ളത്. ഇതുവരെ ആ കാര്യത്തിൽ ഒന്നും ചെയ്തില്ലല്ലോ. അപ്പോ ദേശീയ തലത്തിലും ഒന്നും ചെയ്യുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങൾ. ഇപ്പോൾ നിയന്ത്രണമില്ലാത്ത ഇറക്കുമതി നിയന്ത്രിക്കണം, ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത വാഗ്ദാനം ഇപ്പോൾ വീണ്ടും കർഷകർ സമരത്തിലേക്ക് പോയിരിക്കുന്നു. ഒന്നാം കർഷക സമരത്തിൽ നമുക്കറിയാം 2020-21 ആ കാലത്ത് 700 കർഷകരാണ് മരിച്ചത്. ആ പീരീഡ് ഇപ്പോൾ ഒരാൾ കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു അനുകൂല നടപടിയും സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. അതേ മാതൃകയിൽ തന്നെ കർഷകരെ അവഗണിക്കുന്ന ഒരു സമീപനം കേരളത്തിലും. അങ്ങയുടെ എതിർ സ്ഥാനാർത്ഥി ശക്തനായ എതിരാളി, അങ്ങും ശക്തനായ എതിരാളിയാണ് എന്ന് തന്നെയാണ് ചാഴികാടൻ പറയുന്നത്. ചാഴികാടനുമായി സംസാരിച്ചിരുന്നോ? അങ്ങയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിഞ്ഞതിന് ശേഷം സംസാരിച്ചിരുന്നോ നിങ്ങൾ? ഞങ്ങൾ മിക്കവാറും ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണാറുണ്ട്. കോട്ടയം പ്രസ് ക്ലബിന്റെ പരിപാടിയിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. ചാഴികാടൻ എന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? വ്യക്തിപരമായി എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. വളരെ നല്ല മനുഷ്യൻ, വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ സഹോദരങ്ങള്, അതുപോലെ തന്നെ ബന്ധുക്കള്, ഇവരൊക്കെ ആയിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധവും എന്ന നിലയിൽ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ പ്രചരണത്തിന് താങ്കൾ വിഷയമാക്കുന്നുണ്ടോ?
അല്ല, അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് അറിയണമല്ലോ. അദ്ദേഹം പറഞ്ഞത് വികസന പ്രവർത്തനങ്ങൾ, റെയിൽവേ അടക്കമുള്ള കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുക. താങ്കളെക്കുറിച്ചും വളരെ നല്ല കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോഴും വികസന പ്രവർത്തനങ്ങളായിരിക്കും മുന്നിൽ വെക്കുക. പിന്നെ ക്രിസ്ത്യൻ സമുദായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ മണിപ്പൂരിലെ വിഷയവും തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാക്കുമെന്ന്. അല്ല, വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയണം എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇവിടെ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് എന്റെ അറിവിൽ ഒന്നെടുത്തോളം. ഒന്ന്, അദ്ദേഹം 100% MP ഫണ്ട് വിനിയോഗിച്ചു എന്നുള്ളതാണ്. രണ്ട്, അദ്ദേഹം ഇവിടുത്തെ ഒരു പാസ്പോർട്ട് ഓഫീസ് അത് സ്ഥാപിച്ചു എന്നുള്ള മട്ടിലാണ് ഇത് ഞാൻ കണ്ടത്. പക്ഷേ വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവിടെ ഒരു പാസ്പോർട്ട് ഓഫീസുണ്ട്, സേവാകേന്ദ്രം, പാസ്പോർട്ട് സേവാകേന്ദ്രം ഉണ്ടായിരുന്നു. ആ സേവാകേന്ദ്രം ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു എന്നുള്ളതാണ്. അതിപ്പോ ഒരു പുതിയ വികസന പ്രവർത്തനം എന്ന് പറയാനില്ല, പക്ഷെ എങ്കിലും മാറ്റി സ്ഥാപിച്ചു കൂടുതൽ സൗകര്യങ്ങളുണ്ടെങ്കിൽ നല്ലത് തന്നെ. അതിനകത്ത് ഞാൻ തെറ്റ് പറയുന്നു. മാത്രമല്ല അതിനകത്ത് 100% MP ഫണ്ട് എന്നുള്ളത് അത് നല്ല കാര്യം തന്നെ. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ, അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം പറയുമ്പോൾ ഞാൻ ഇടുക്കിയിൽ 2 വട്ടം MP ആയിരുന്നു. ആ സമയത്ത് 100% MP ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട്. അവിടെയും പാസ്പോർട്ട് സേവാ കേന്ദ്രം, ഇടുക്കിയിൽ ഒരു പാസ്പോർട്ട് സേവാ കേന്ദ്രം ഞാൻ മുൻകൈ എടുത്ത് അവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അവിടെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇടുക്കിയിലെ MP ആയിരുന്നു എന്നുള്ളത് കോട്ടയത്ത് ഒരു പ്രധാന പ്ലസ് പോയിന്റ് ആണ്. തീർച്ചയായിട്ടും. കാരണം ഇടുക്കി എന്ന് പറയുന്നത് കോട്ടയം ജില്ലയുടെ ഭാഗമായി. പേരൻ ജില്ല എന്ന് പറയുന്നത് കോട്ടയമാണ്. കോട്ടയം ജില്ലയുടെ മലയോര മേഖലയായിരുന്നു ഇടുക്കി. മലയോര മേഖലയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് എന്റെ പിതാവ് തന്നെ മുൻകൈ എടുത്ത് ഈ ആവശ്യം ഉന്നയിച്ചാണ്. എന്റെ പിതാവ് മാത്രമല്ല, പക്ഷെ അന്ന് അദ്ദേഹം ഇടുക്കിയുമായി ഏറെ ബന്ധപ്പെട്ടിരുന്ന ഒരാളെന്ന്, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹമാണ് ഇടുക്കി ജില്ല രൂപീകരിക്കണം എന്നുള്ള ആവശ്യം തന്നെ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. തീർച്ചയായിട്ടും ജോർജ് സാറിന്റെ ഒരു ഓർമ്മ കോട്ടയത്തിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കേരള ജോർജിനെ ഓർമ്മിക്കാൻ ഇവിടെ തുടങ്ങിയത് കോട്ടയത്താണ്. അറിയാമല്ലോ, തിരുനക്കര മൈതാനത്ത് ശ്രീ മന്നത്ത് പത്മനാഭൻ, അദ്ദേഹത്തിന്റെ ഇന്നലെ സമാധി ദിനം ഇന്നലെ നമ്മൾ ആചരിച്ചേ ഉള്ളൂ. അദ്ദേഹമാണ് തിരിതെളിച്ച്. അപ്പൊ അദ്ദേഹത്തിന്റെ വലതുവശത്ത് നിന്നിരുന്ന KM ജോർജിന്റെ പിതാവാണ്, ഇടതുവശത്ത് നിന്ന് ശ്രീ R ബാലകൃഷ്ണൻ. ഓർമ്മയും ഒരു കരുത്താണ്. തീർച്ചയായിട്ടും. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയിപ്പോ നമ്മൾ ഈ പ്രധാനപ്പെട്ട പ്രചരണ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. ഈ സഭ വളരെ നിർണായകമാണ് കോട്ടയത്ത്. അതിൽ 37% ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ സഭ എടുത്തിരിക്കുന്ന ചില നിലപാട്, പ്രത്യേകിച്ച് ഇന്നലെ കത്തോലിക്ക ബാബയടക്കം ചർച്ച് ബിൽ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് താങ്കൾക്ക് ഗുണകരമാകുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ ഗുണകരമാക്കണമെന്നൊരു സമയം എനിക്കില്ല. അതിന്റെ ചർച്ച് ബിൽ എന്തായാലും പ്രചരണത്തിൽ വെക്കുന്നില്ല, താങ്കൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രചരണത്തിൽ ഒരുപക്ഷെ അതൊക്കെ കടന്നു വന്നേക്കാം. അതല്ലാതെ ആ വിഷയത്തിൽ എന്റെ ഒരു പൊതു സമീപനം എന്ന് പറയുന്നത്, ഞാനതൊരു രാഷ്ട്രീയമായി അതിനെ കാണുന്നില്ല. ഞാനൊരു സഹോദര സഭയിലെ അംഗമാണ്. ക്രൈസ്തവ സഭകളിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഓർത്തഡോക്സ് യാക്കോബായ സഭയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രതിസന്ധി, അതിന് രമ്യമായ ഒരു പരിഹാരം കാണണം എന്നുള്ള നിലയിൽ മാത്രം. രണ്ടുപേരും ഏകദേശം ഒരേ അഭിപ്രായക്കാരാണ് ഈ കാര്യത്തിൽ. ആയിരിക്കാം അദ്ദേഹത്തിന്റെ അഭിപ്രായം, എനിക്കറിയില്ല. അത് രമ്യമായ പരിഹാരം രാഷ്ട്രീയമായിട്ട് കൂട്ടിച്ചേർക്കേണ്ടത് തീർച്ചയായിട്ടും ഇല്ല. കാരണം അതൊരു രാഷ്ട്രീയ പ്രചരണ വിഷയമാക്കേണ്ടതായിട്ടില്ല. ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചുള്ള അവരവരുടെ ആവശ്യം ശക്തമായിട്ട് പറയുന്നു, അതിൽ യാതൊരു തെറ്റുമില്ല. സ്വാഭാവികമാണ് അവരത് ആവശ്യപ്പെടുക എന്നുള്ളത്. പക്ഷേ ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കോ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്കോ അതൊരു രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴച്ച് അതിനെ ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളൊരു സമീപനമില്ല. ഇനി ഈ നായർ വോട്ടും വളരെ പ്രധാനപ്പെട്ട കോട്ടയത്ത് എല്ലാ വിഭാഗങ്ങളും ഉണ്ട് ഇവിടെ. പോയിരുന്നു കണ്ടിരുന്നു, മണിച്ചേട്ടനെ കണ്ടിരുന്നു, സുമാരനാഥ് സാറിനെ കണ്ടിരുന്നു. എന്തെങ്കിലും ഉറപ്പുകൾ കിട്ടിയോ? ഇല്ല, അദ്ദേഹത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, അതൊരു സമദൂര സിദ്ധാന്തമാണ് അവർ സ്വീകരിക്കുക. പിന്നെ ഓരോ പ്രവർത്തനങ്ങൾ നോക്കിയാണ് അവർ നിലപാട് സ്വീകരിക്കുന്നത്. എന്റെ പ്രവർത്തനങ്ങൾ നല്ലതാണെങ്കിൽ, എന്നെക്കുറിച്ചൊരു വിശ്വാസം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും എന്താ പറയുക, ഒരു പിന്തുണ ഉണ്ടാകുമല്ലോ. അതിനപ്പുറമുള്ള കമ്മിറ്റ്മെന്റ്സ് അങ്ങനെ ഒന്നും പറയില്ലല്ലോ, ഒരിക്കലും പറയാറില്ല. വീണ്ടും ഒരു പ്രചരണകാലം വരുന്നു. ഷെഡ്യൂളുകളൊക്കെ ഇനി അങ്ങോട്ട് ആക്റ്റീവ് ആവും. ഏകദേശം ഒരു 40 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രചരണത്തിനാണ് തയ്യാറെടുക്കേണ്ടത്. മറുഭാഗത്ത് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇപ്പോൾ UDF വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്, ലീഗിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം നീങ്ങിയിരിക്കുന്നു. അപ്പൊ ഇനി UDFിനുള്ളിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. സ്ഥാനാർത്ഥി നിർണ്ണയം വരുന്നു. ഇപ്പൊ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുകയാണെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും, തീർച്ചയായിട്ടും. അല്ലേ?